നമസ്കാരം. ഷിരൂരിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണമായും ഉപേക്ഷിച്ച നിലയിലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കല്യാശ്ശേരി MLAയും ഇതുതന്നെയാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞ് ആരെയും ഇപ്പോൾ അവിടെ കാണാനില്ല. ദൗത്യത്തിന് കർണാടകയ്ക്ക് താൽപ്പര്യമില്ലെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് നാവികസേനാ സംഘം മടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. രാവിലെ നേവിയുടെ സംഘം ഇവിടെ എത്തിയിരുന്നു. ഗംഗാവലിപ്പുഴയിൽ പരിശോധന നടത്തുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. നേവി സംഘം കാർവാറിലേക്ക് തിരികെ പോയി. രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിട്ടോ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടോ ഉള്ള ആരും പ്രദേശത്തില്ലെന്നാണ് വിവരം. നിലവിൽ 2-3 പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുള്ളത്. JCB ഉപയോഗിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുവരികയാണ് മുന്നിലുള്ള വഴി. എന്നാൽ അടിയൊഴുക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുക. അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 14 ദിവസം തികഞ്ഞിരിക്കുകയാണ്. അർജുൻ്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഷിരൂരിലുണ്ട്. എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ മാത്രമേ മടങ്ങുള്ളൂ എന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രിതല ഇടപെടലോടെ ദൗത്യം തുടരുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും ദൗത്യം തുടരുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്.